എയ്ഡഡ് സ്കൂളിലെ നോഷണൽ അധ്യാപകരുടെ രാപ്പകൽ നിരാഹാര സമരം സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുകയാണ്. 2016 മുതൽ 2021 വരെ അധ്യാപന ജോലി ചെയ്ത അധ്യാപകർക്ക് ശമ്പളമില്ല എന്നുള്ളതാണ്. അവരുടെ സേവനം അംഗീകരിക്കുന്നു, പക്ഷേ അവരുടെ ശമ്പളമില്ല. ശമ്പളത്തിന് വേണ്ടിയിട്ടുള്ള അവർ നിരന്തര സമരങ്ങൾ നടത്തി വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സെക്രട്ടേറിയറ്റ് നടയിൽ ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ ഇവിടെ സമരം നടത്തുകയാണ്. പ്രശ്നം നേരിടുന്നത് 5000-ലധികം അധ്യാപകരാണ്. ആ അധ്യാപകരാണ് ഇവിടെ, അതിന്റെ പ്രതിനിധികളാണ്, 14 ജില്ലകളുടെ പ്രതിനിധികളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. തെരുവിലിറങ്ങും അധ്യാപകരെ കണ്ടില്ലെന്ന് നടിക്കരുത്, കണ്ടില്ലെന്ന് നടിക്കരുത്, ഇനിയൊരു മരണം വേണ്ടേ വേണ്ട. വിദ്യാഭ്യാസം സംരക്ഷിക്കും, അധ്യാപകരെ കണ്ടില്ലെന്ന് സാങ്കല്പികമല്ല, ഞങ്ങളുടെ യോഗ്യത സാങ്കല്പികമല്ല, ഞങ്ങളുടെ നിയമം സാങ്കല്പികമല്ല, ഞങ്ങളുടെ യോഗ്യത സാങ്കല്പികമല്ല. ശമ്പളം നൽകും സർക്കാരെ, തെരുവിലിറങ്ങും അധ്യാപകരെ, തെരുവിലിറങ്ങും അധ്യാപകരെ. നാഷണൽ ടീച്ചേഴ്സ് സിന്ദാബാദ്, നാഷണൽ ടീച്ചേഴ്സ് സിന്ദാബാദ്. കഷ്ടം തീർക്കാൻ നടപടി വേണം, നാഷണൽ ടീച്ചേഴ്സ് സിന്ദാബാദ്, നാഷണൽ ടീച്ചേഴ്സ് സിന്ദാബാദ്. വരും ദിവസങ്ങളിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം നിലനിൽക്കുന്ന ഈ സർക്കാരിന്റെ കാലാവധിയിൽ സർക്കാർ വിചാരിച്ചാൽ, വിദ്യാഭ്യാസ മന്ത്രി ഉദ്ദേശിച്ചാൽ, മുഖ്യമന്ത്രി തീരുമാനമെടുത്താൽ ഒരു ദിവസം കൊണ്ട് ഒരു ജിയോയിലൂടെ പരിഹരിക്കാൻ പറ്റുന്നതാണ് ഈ 4000-ഓളം വരുന്ന അധ്യാപന പ്രശ്നമെന്ന് സൂചിപ്പിക്കുകയാണ്. അത്രേ പണിയുള്ളൂ. ഒരു 2 ലൈനിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ജിയോ ഇറക്കിയാൽ പ്രശ്നം തീരുമാനത്തുള്ളൂ. എന്നിട്ടും വീണ്ടും വീണ്ടും നീട്ടിക്കൊണ്ടുപോകുന്നത് എന്തിനാണ്? വീണ്ടും വീണ്ടും ഈ അധ്യാപക സമൂഹത്തെ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ക്രിയാത്മകത പുലർത്തേണ്ട ഈ അധ്യാപകരെ വീണ്ടും വീണ്ടും തെരുവോരങ്ങളിൽ ആത്മാഭിമാനം പണിവെച്ച് എന്തിനാണ് ഈ അധ്യാപകരെ അവരുടെ കുടുംബങ്ങളെയും കണ്ണീര് കുടിപ്പിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ഈ നോഷണൽ ടീച്ചേഴ്സ് നടത്തുന്ന ഈ അധ്യാപക നിയമനാംഗീകാരം ഉൾപ്പെടെയുള്ള ശമ്പളവുമായി ബന്ധപ്പെട്ട സമരങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ ഭാഗത്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 5 വർഷമാണ് ശമ്പളം കിട്ടിയില്ല അല്ലേ? 5 വർഷം. അപ്പോൾ അധ്വാനിക്കുമാണ്. ശമ്പളം കിട്ടിയാൽ തന്നെ വീട് വളർത്തി കൊണ്ടുപോകാൻ വലിയ പ്രയാസം. അമ്മായി ഈ വിലയാണ്. ഇപ്പൊ കുക്കിംഗ് ഗ്യാസിന് വില കൂടി. വികസനത്തിന് പണം കണ്ടെത്താനുള്ള ഒരു സോഴ്സിങ് സർക്കാരിന്റെ കയ്യിലില്ല. പകരം കിട്ടുന്ന കാശ് മുഴുവൻ ദൂർത്തടിക്കുക, അങ്ങനെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ അതിനെതിരായിട്ടുള്ള രാപ്പകൽ സമരമാണ് ഇത്. ഇറങ്ങിപ്പോകുന്നതിന് മുമ്പെങ്കിലും നല്ലൊരു കാര്യം ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇനി വരുന്നവർ ചെയ്യും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ രാപ്പകൽ സമരം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും വിനീതമായിട്ട് നമസ്കാരം. പ്രിയങ്കരനായ ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ ഭാവി പ്രതീക്ഷ ശ്രീ കെ മുരളീധരൻ XMP 100 കോടി രൂപ പിണറായി വിജയന്റെ ഫോട്ടോ വയ്ക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു. ബാക്കി എല്ലാത്തിനും കാശുണ്ട്, ദൂരത്തിനെല്ലാം കാശുണ്ട്. ഇവിടെ പാവപ്പെട്ട അധ്യാപകർക്ക് കൊടുക്കാൻ, അതുപോലെ തൊഴിലാളികൾക്ക് കൊടുക്കാൻ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് 18 മാസത്തെ കുടിശ്ശികയാണ് ഈ ഗവൺമെന്റ് വരുത്തി വെച്ചിരിക്കുന്നത്. അതുപോലെ ക്ഷേമനിധികൾ മുഴുവൻ തകർത്തിരിക്കുന്നു. സമസ്ത മേഖലകളിൽ ദുരിതം മാത്രം വാരി വിതച്ച ഈ ഗവൺമെന്റിനെതിരെ അന്തിമ പോരാട്ടത്തിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും KPSCയുടെ പേരിൽ, സെറ്റോയുടെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്ന് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കേരള ആർട്ടിക് ടീച്ചേഴ്സ് ഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം അവകാശ നിഷേധത്തിനെതിരെ, നീതി നിഷേധത്തിനെതിരെ മരണം വരെ പോരാടാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള എല്ലാവിധ ഉറപ്പും സംഘടനയ്ക്ക് വേണ്ടി നൽകിക്കൊണ്ട് ഏതൊക്കെ സർക്കാർ നിലവിൽ അധികാരത്തിൽ വന്നാലും അവകാശ സംരക്ഷണത്തിന് വേണ്ടി അവസാന ശ്വാസം വരെ ഈ മണ്ണിൽ പോരാടാൻ ഞങ്ങളുടെ പിന്തുണയുണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി എല്ലാവിധ അഭിവാദനങ്ങളും. ഇവിടുത്തെ വിഷയം കേവലം ഒരു സർക്കാർ കാണിക്കുന്ന നെറികേടിന്റെ വിഷയമാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതു സർക്കാർ, തൊഴിലാളി സർക്കാർ എന്ന് പരക്കെ ജിഹ്വാ മുഴക്കുന്ന കേരളത്തിലെ ഇടതു സർക്കാരാണ് ഈ സെക്രട്ടേറിയറ്റിനകത്തിരുന്ന് ഭരിക്കുന്നത്.
ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലും ഈ നോഷണൽ അധ്യാപകരുടെ വിഷയമടക്കം ഭിന്നശേഷിക്കാരുടെ വിഷയമടക്കം കേരള എയ്ഡഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കേരളത്തിലെ എയ്ഡഡ് മേഖലയിൽ ഇടത് സർക്കാർ നിയമന നിരോധനം കൊണ്ടുവന്നിരിക്കുകയാണ്. 2016-2021 കാലയളവില് നിയമനം ലഭിച്ച അധ്യാപകരാണ് ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 2016 നിയമനം ലഭിച്ച സർക്കാർ സർവീസിൽ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിലും നിയമനം ഞങ്ങൾക്ക് അപ്രൂവലായി കിട്ടുന്നത് കയ്യിൽ കിട്ടുന്നത് 2021 മാത്രമാണ്. അത് തന്നെ ധാരാളം സമരങ്ങൾ നടത്തിയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ കാണുന്നത് അതിലെ നോഷണൽ എന്നൊരു പദം ചേർത്തിരിക്കുന്നതാണ്. നോഷണൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നിയമനം സാങ്കല്പികം എന്നുള്ളതാണ്. അപ്പൊ ഇതേവരെ ഇതിന്റെ മുൻപിലോ അതിന് ശേഷമോ നോഷണൽ രീതിയിലുള്ള ഒരു അപ്പോയിന്റ്മെന്റ് നടന്നതായിട്ട് ചരിത്രമില്ല. എവിടെയും നമുക്കത് കാണാൻ പറ്റൂല. അപ്പൊ ആ നോഷണൽ ആയതുകൊണ്ട് നമുക്ക് ഇൻക്രിമെന്റ് മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ശമ്പളം ലഭിക്കുന്നില്ല. അതേസമയം നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ ജോലികളെല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ തരത്തിലുള്ള നേടിയിട്ടുള്ള ആളുകളാണ്. അതായത് കേട്ടറ്റ് പോലെയുള്ള സംഗതികളൊക്കെ ഉള്ള അധ്യാപകർ തന്നെയാണ് അപ്രൂവൽ നേടിയിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നോഷണൽ എന്ന രീതിയിൽ ഞങ്ങൾക്ക് തന്നത് എന്നറിയില്ല. തുടർന്ന് 21 ശേഷം ഞങ്ങൾ ഈ കഴിഞ്ഞ 4-5 വർഷമായിട്ട് സമരം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വിവിധ രീതിയിലുള്ള സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ ഒന്നും ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല. 4/2021 എന്ന ഒരു ഓർഡർ പ്രകാരമാണ് ഞങ്ങൾക്ക് നിയമന അംഗീകാരം നൽകിയത്. അത് ആ ഓർഡറിൽ പറഞ്ഞിട്ടുള്ളത് 2021 ഫെബ്രുവരി 6 മുതൽ മാത്രമേ ഞങ്ങൾക്ക് ശമ്പളത്തിന് നൽകുന്നുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുവരെ ഞങ്ങൾ ചെയ്ത ഞങ്ങളുടെ ജോലി അംഗീകരിച്ചു എങ്കിലും ശമ്പളം നോഷണലായി, സാമ്പത്തിക ആനുകൂല്യങ്ങളെല്ലാം തന്നെ നോഷണലായി സാങ്കല്പികമായി നിലനിർത്തി എന്നുള്ളതാണ്. 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ജീവിച്ച ജീവിതം എന്ന് പറയുന്നത് നോഷണൽ അല്ല. ഒരുപാട് അധ്യാപകര് ഹോട്ടലിൽ പണിയെടുത്തും ഓട്ടോറിക്ഷ ഓടിച്ചും മറ്റ് കൂലിവേലകളും ചെയ്തും ഒക്കെയാണ് ഓരോ അധ്യാപകരും അവരുടെ ജീവിത നിലവാരം ഉയർത്തിയത്. അതുപോലെ തന്നെ പല അധ്യാപകരും അവരുടെ കെട്ടുതാലി വരെ പണയം വെച്ചിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ കാലഘട്ടങ്ങളിലുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ ഇരിക്കുന്ന എല്ലാ അധ്യാപകർക്കുള്ളത്. നിരന്തരമായിട്ടുള്ള സമരങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ 4/2021 എന്നുള്ളൊരു ഓർഡർ തന്നെ ഇറങ്ങിയത്. ആ ഓർഡർ ഇറങ്ങിയപ്പോൾ അതിലെ ഒരു കുന്മേൽ കുരു എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോഷണൽ എന്നുള്ളൊരു വാക്കുകൂടി എഴുതി ചേർത്തപ്പോൾ ഞങ്ങളുടെ ജീവിതം, മുന്നോട്ടുള്ള ജീവിതം വളരെ ദുസ്സഹമായി തീരുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന് എതിരെ ഞങ്ങൾ തുടർച്ചയായ സമരങ്ങൾ ചെയ്തൊരു സമര പരമ്പര തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ അവസാനത്തെ, ഈ സർക്കാരിന്റെ കാലത്തെ അവസാനത്തെ സമരം, അവസാനത്തെ ശ്രമം എന്നുള്ള നിലയ്ക്കാണ് ഇന്നിവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞങ്ങൾ ഇവിടെ നിരാഹാരം കിടക്കുന്നത്. ഇനി വളരെ ചുരുങ്ങിയ നാളുകളെ ഈ ഗവൺമെന്റിന് മുന്നിലുള്ളൂ. ഞങ്ങളത് തീർച്ചയായും ഒരു അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഈ ഗവൺമെന്റ് ഞങ്ങളോട് സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. 5060ഓളം അധ്യാപകരാണ് ഇത്തരത്തിൽ നോഷണൽ എന്നുള്ള രീതിയിലായിട്ടുള്ളത്. നോഷണൽ അധ്യാപകർ ഒരു ഭാഗത്ത്, ഭിന്നശേഷി നിയമനം ലഭിക്കാത്ത അവരൊരു ഭാഗത്ത്, ഡെയിലി വേജ് ആയിട്ടുള്ള അധ്യാപകർ ഒരു ഭാഗത്ത്, അപ്രൂവൽ ലഭിക്കാത്ത ഒരുപാട് അധ്യാപകർ വേറെ ഭാഗത്ത്. അങ്ങനെ അധ്യാപക സമൂഹത്തെ തന്നെ പലതരത്തിലായിട്ട് വിഭജിച്ച് അവരെ ഒന്നിച്ച് ഉന്മൂലനാശനം ചെയ്ത് കളയാമെന്നുള്ള ഒരു രീതിയിലാണ്, അവരുടെ സംഘശക്തിയെ ഇല്ലാതാക്കി കളയാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ പറയാണ് നിങ്ങൾ ജോലിയെടുത്ത് ഞങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷേ ഞങ്ങൾക്ക് സർവീസ് അനുവദിക്കാം, പക്ഷെ നിങ്ങൾക്ക് ശമ്പളമില്ല. ശമ്പളം എന്ന് പറഞ്ഞാൽ സാങ്കല്പികമാണ്. ഒരു തൊഴിലെടുത്ത് വന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം പണിയെടുക്കുക, അല്ലെങ്കിൽ ഒരു മാസം പണിയെടുത്തിട്ട് അടുത്ത മാസം 1-ാം തീയതി അല്ലെങ്കിൽ അന്ന് വൈകുന്നേരമോ ശമ്പളം ചോദിക്കുന്ന സമയത്ത് നീ പണിയെടുത്തു എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷെ നിനക്ക് ശമ്പളം ഉണ്ട്, പക്ഷെ അത് സാങ്കല്പികമാണ് എന്ന് പറയുന്ന ഈ സാങ്കല്പിക ശമ്പളം കൊണ്ട് എങ്ങനെയാണ് ഞങ്ങൾക്കുണ്ടായ കടബാധ്യതകൾ തീർക്കുന്നത്, ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം കൊണ്ടെടുക്കുന്നത്, അതുപോലെ തന്നെ ഞങ്ങളുടെ ഭക്ഷണം, അത് പാർപ്പിടം, എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്. മാത്രമല്ല ഈ 5 വർഷക്കാലം എന്ന് പറയാൽ ഒരു ദിവസം പോലും ശമ്പളം കിട്ടാതിരുന്നാൽ ഒരാളുടെ അവസ്ഥ എന്താണ്? കുടുംബ പോറ്റാൻ, പ്രത്യേകിച്ചും ഈ വിലക്കയറ്റം അതീവ രൂക്ഷമായ ഈ സമയത്ത് എല്ലാ തലങ്ങളിലും വലിയ പ്രയാസം അനുഭവിക്കുന്ന ഈ സമയത്ത് ഒരു ദിവസം പോലും ഒരു തൊഴിലാളിക്ക് ശമ്പളം കിട്ടാതിരുന്നാൽ ജീവിതം ദുസ്സഹമാകുന്ന ഈ അവസ്ഥയിൽ ഒരു 5 വർഷക്കാലം എങ്ങനെ ഞങ്ങൾ പണിയെടുത്തു എന്ന് സമൂഹവും ഈ സർക്കാരും ആലോചിക്കുന്നില്ല. ഈ സർക്കാർ കൃത്യമായി ആലോചിച്ചതെങ്കിൽ ഈ സർക്കാരിന്റെ ഈ അവസാന സമയത്ത് ഈ പരീക്ഷാ ചൂടിൽ ഞങ്ങൾ ഏറെ പ്രയാസപ്പെട്ട് വിവിധ ജില്ലകളിൽ നിന്നും ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് ഈ തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റിന് മുമ്പിൽ ഇത്തരം രൂപത്തിൽ
സമരം നടത്തേണ്ട ഈ ഒരു ഗതികേട് ഞങ്ങൾക്ക് ഉണ്ടാവുമായിരുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സർക്കാർ അവസാന സമയത്ത് അളിക്കുമ്പോൾ ഞങ്ങളുടെ ഈ ഒരു പ്രയാസം കണ്ടറിഞ്ഞ് വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുക്കണമെന്നാണ് ഞങ്ങളുടെ അങ്ങേയറ്റത്തുള്ള അപേക്ഷയായി പറയാനുള്ളത്.